ഡിസൈൻ ഇൻഫോടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഓൺഗ്രിഡിൻ്റെ സോഫാർ ഇൻവെർട്ടറിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇത് നമ്മൾ സൈറ്റിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും കാണാനും നമുക്കത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് നമുക്ക് ഇൻവെർട്ടർ വരിക, ഏതൊക്കെ രീതിയിൽ എക്യുപ്മെൻറ്റ്സ് ആണ് അതിലുണ്ടാവുക, എങ്ങനെയാണ് കണക്ഷൻ ചെയ്യുക എന്നെല്ലാം വിശദമായിട്ട് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ പാക്കിംഗ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് KCBക്ക് കൊടുക്കാനുള്ള സർട്ടിഫൈഡ് വാറണ്ടി കാർഡും അതിൻ്റെ കൂടെ തന്നെ യൂസർ മാനുവലും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ കൂടെ അതിന് ഫിറ്റ് ചെയ്യാനുള്ളൊരു ബ്രാക്കറ്റ് വിത്ത് പൗഡർ കോട്ടഡ് ആണ് ഫുള്ളായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആക്സസറീസ് MC4 വിത്ത് അതിനുള്ള സ്ക്രൂ നീഡിൽസ്, അതുപോലെ തന്നെ നമ്മുടെ KCBയിലേക്ക് നമ്മൾ ഔട്ട് ചെയ്യുന്ന ഭാഗത്തുള്ള സോക്കറ്റുകൾ MC4. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കസ്റ്റമർക്ക് ഇതിൻ്റെ മൊബൈൽ ആപ്പിലേക്ക് അറിയാനായിട്ട് ഒരു പോർട്ടബിൾ ഡോങ്കിൾ സിസ്റ്റം ഉണ്ടാവും. പോർട്ടബിൾ ഡോങ്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയാണ് വരിക. ഇതിന് സാധാരണ ഇതിൽ ലോഗർ എന്നാണ് പറയുക. ഈ ലോഗറിൽ നമുക്ക് ഇതിലുള്ള സോഫ്റ്റ്വെയറിൻ്റെ അതിൻ്റെ നമ്മുടെ സീരിയൽ നമ്പറും അതിൻ്റെ പാസ്വേഡും ഉണ്ടാവും. ഇതാണ് നമ്മൾ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലേക്ക് ഈ സിസ്റ്റത്തിൽ വരുന്ന എല്ലാ ഡീറ്റെയിൽസും കിട്ടാം. ഇതിൻ്റെ പാക്കിംഗ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സോഫാറിൻ്റെ 3 കിലോവാട്ടിൻ്റെ ഇൻവെർട്ടർ വരിക. 3 കിലോവാട്ട് ഇൻവെർട്ടർ ഈ രൂപത്തിലായിരിക്കും. ഇതിന് സോഫാർ ലോഗോ വിത്ത് അതിൻ്റെ ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതേപോലെ തന്നെ നമ്മുടെ ഡാറ്റ ലോഗർ ഫിക്സ് ചെയ്യാനുള്ള ഭാഗം, ഇതിൽ തന്നെ നമ്മുടെ MC4 കണക്ട് ചെയ്യാനുള്ള MC4ഉം AC ഔട്ട്ലെറ്റും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ഇത് AC ഔട്ടാണ്. ഇതിൻ്റെ ഒരു കൺട്രോൾ ഫ്യൂസ് വിത്ത് ഇതിൽ നമ്മൾ വൈഫൈ വെക്കുന്ന ഭാഗം. ഇത് അതിൻ്റെ 2 MC4 കണക്റ്റാണ്, പോസിറ്റീവ് നെഗറ്റീവ്. സ്വിച്ച് പോർട്ട് ഉണ്ടെന്നുള്ളൂ. ഇതിനകത്ത് നമ്മളതിൻ്റെ സ്വിച്ച് ഉണ്ട്, ചെയ്തിട്ടില്ല. ഇതിൻ്റെ കണക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് നമ്മൾ ഓൺ സ്വിച്ച് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് ഫോൾട്ട് ആണെങ്കിലും റൺ ആണെങ്കിൽ ഗ്രീനും, അല്ലെങ്കിൽ ഫോൾട്ട് ആണെങ്കിലും അതിൽ യെല്ലോ ആയിട്ടും അതിൽ ലോഗോ നമുക്ക് കാണിക്കും. നമ്മൾ ചെയ്തിട്ടുള്ള സോഫാർ ഇൻവെർട്ടറിൻ്റെ അൺബോക്സിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സോഫാർ ഇൻവെർട്ടർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രിക്കോഷൻസിലുള്ള ലിസ്റ്റുകളും അനുസരിച്ചുള്ള ഐറ്റംസ് അതിലുണ്ടെന്നും, അതുപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മുടെ കണക്ഷനുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും, ഏത് രീതിയിൽ ചെയ്താലും നല്ല രീതിയിൽ നമുക്ക് ആ സോഫാർ ഇൻവെർട്ടറിനെ നമുക്ക് വർക്കൗട്ടാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതിന് അനുസരിച്ചാണ് നമ്മളതിൽ വിശദമായിട്ട് അതിൻ്റെ കണക്റ്റുകളും അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നും ഏത് രീതിയിൽ കണക്ട് ചെയ്താൽ നല്ല രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറ്റുള്ള. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.